ബഗ്ദാദിന്റെ മണ്ണിൽ ഇൽമ പഠിച്ചു. എന്നിട്ട് 25 വർഷം മഹാനവറുകൾ ചുറ്റി സഞ്ചരിച്ചു. എന്നിട്ട് 40 വർഷം ബഗ്ദാദിന്റെ മണ്ണിലിരുന്ന് 40 ഇറ്റാണ്ടോളം വഅ്ള് പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ. 40 വർഷം മഹാനവറുകള് ജനങ്ങളെ തർബിയത്തിലേക്ക് ക്ഷണിച്ചു, ജനങ്ങളെ ത്വരീഖത്തിലേക്ക് ക്ഷണിച്ചു, ത്വരീഖത്തിന്റെ വശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ലക്ഷക്കണക്കിന് മുരീദുമാർ മഹാനവറുകളുടെ ശിഷ്യന്മാരായി മാറി. ആ ഊസുല്ലാദം തങ്ങളുടെ പ്രഭാഷണത്തിന്റെ സമാഹാരം അൽ ഫതഹുർ റബ്ബാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥരൂപത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മശായിഖന്മാരിൽപ്പെട്ട എന്റെ ഷെയ്ഖുനാന്റെ ഷെയ്ഖ് ആ ഫതഹുർ റബ്ബാനിയെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫതഹുർ റബ്ബാനി എന്ന് പറയുന്ന പ്രഭാഷണ സമാഹാരത്തിൽ മഹാനവറുകൾ ഒരു ദിവസം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞ ഒരു 2 സംഭവം. ഒരു ദിവസം മഹാനവറുകൾ പ്രഭാഷണം നടത്തുകയാണ്. നടത്തിയിട്ട് മഹാനവറുകൾക്ക് ഹാല് മാറി. ഇങ്ങനെ പ്രഭാഷണം ഇങ്ങനെ ഭയങ്കരമായ അവസ്ഥയിലായി വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഹാഹുന അൽ വിലായാത്ത്, ഇവിടെ നിന്നാണോ വിലായത്തുകൾ നൽകുന്നത്. ഹാഹുന അൽ ഹിദായാത്ത്, ഇവിടെ നിന്നാണ് ഹിദായത്തുകൾ കൊടുക്കുന്നത്. ഇവിടെയാണ് ഹിദായത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിദായത്ത് വേണോ, ബിസ്മില്ലാഹി തഖദ്ദം, ഇവിടെ നിന്ന് തരാം ഹിദായത്ത്. നിങ്ങൾക്ക് തൗബ വേണോ, ഇവിടെ നിന്ന് തരാം തൗബ. നിങ്ങൾക്ക് ഇഖ്ലാസ് വേണോ, ഇവിടെ നിന്ന് തരാം ഇഖ്ലാസ് എന്ന് മഹാനവറുകൾ പറഞ്ഞു. ആ ഖലീഫമാരിൽ അതുണ്ടാവൂലേ? ഉണ്ടാവൂലേ? അതുകൊണ്ട് ഇഖ്ലാസ് വേണോ, തൗബ വേണോ, ഹിദായത്ത് വേണോ, ഈമാൻ വേണോ, ഖലീഫമാരുമായി നിങ്ങൾ സഹവസിച്ചോളൂ, അവരുമായി നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. അതേ മാർഗമുള്ളൂ രക്ഷം. ഏറ്റവും ചുരുങ്ങിയത് മഹാന്മാരുടെ ലോകത്തെ എതിർക്കാതെങ്കിലും നമുക്ക് ജീവിച്ചൂടെ? ഏറ്റവും ചുരുങ്ങിയത് മഹാന്മാരുടെ ലോകത്തെ എതിർക്കുക, അത് ഏറ്റവും വലിയ നിഅമത്തല്ലേ? കാരണം എന്താ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഒരു മഹാന്മാരുടെ ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കൽ വിലായത്താണ്. അത് വലിയന്റെ സ്ഥാനമാണ് ഒരിക്കൽ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു മാർഗം ഉണ്ട് എന്ന് വിശ്വസിക്കൽ തന്നെ ഇങ്ങനെ ഒരു മാർഗമുണ്ട് എന്ന് വിശ്വസിക്കൽ തന്നെ വിലായത്താണ്. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നമുക്ക് കിട്ടൂലേ? അപ്പൊ നമ്മളൊക്കെ ഔലിയാക്കളാ. അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ, ആ മാർഗത്തിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. മഹാനായ ഔസുല്ലാദം റളിയല്ലാഹു അൻഹു പറയാണ്, മല്ലാ യറാ മുഫ്ലിഹൻ ലാ യുഫ്ലിഹ്, വിജയിച്ചവരെ കാണാത്തവൻ ഒരിക്കലും വിജയിക്കൂലട്ടോ. വിജയിച്ചവരെ കാണാത്തവൻ ഒരിക്കലും കാണേണ്ടതുപോലെ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ ഹൃദയവുമായിട്ട് കാണണം കേട്ടോ. ഇതല്ല ഷെയ്ഖ് ട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇതല്ല ഷെയ്ഖ്. ഷെയ്ഖ് എന്ന് പറയുന്നത് ഈ രൂപമല്ല. ഷെയ്ഖ് എന്ന് പറയുന്നത് ഷെയ്ഖിന്റെ റൂഹാണ്. ആ റൂഹുമായിട്ട് നമ്മൾ ബന്ധമുണ്ടാകണം. ആ വിജയിച്ചവരെ കാണണമെങ്കിൽ ഹൃദയവുമായിട്ട് കണക്ഷൻ കൊടുത്ത് മനസ്സിലാക്കുക. അപ്പൊ അവൻ ഒരിക്കലും എന്ത് ചെയ്യൂല, പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് അന്ത സായിലുൻ അന്ത ഹവസുൻ, നീ മോനെ ഊസുല്ലാദം തങ്ങൾ പറയാ, നീ ഊഹാപോഹിയാണ് കേട്ടോ. പലതും പറഞ്ഞ് നീ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടെ നടക്കുന്ന ആളാണ്. ഇത് പറയുന്ന ആളുകളോട് കൂടെയാണ് നിന്റെ സഹവാസം. ആ സഹവാസം വിട്ടാളാ. എന്നിട്ട് വിജയിച്ചവരോടൊപ്പം നീ എന്ത് ചെയ്യേ, കൂട്. വിജയിച്ചവരോടൊപ്പം കൂട്. എന്നിട്ട് തങ്ങൾ പറയാണ്, ഒരു ചോദ്യകർത്താവ് ചോദിച്ചു, ഈ പറയുന്ന ഇരുട്ടിന്റെ ലോകം എത്ര കാലമുണ്ട്? എന്താണ് ഈ നമ്മളൊക്കെ ഇരുട്ടിന്റെ ലോകത്തല്ലേ? കണ്ണടച്ചാ നമുക്ക് ഇരുട്ടാണ്, കണ്ണടച്ചാ വെളിച്ചം വരണം. അതാണ് വേണ്ടത് ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം. കണ്ണടച്ചാൽ ഹൃദയത്തിന് കാഴ്ചയുണ്ട് എന്നുള്ളതിനുള്ള തെളിവെന്താ? നമ്മൾ ഇരുട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ണടച്ചാൽ നമ്മൾ ഇരുട്ട് കാണുന്നില്ലേ? അപ്പൊ ഹൃദയത്തിന് കണ്ണില്ലേ? ഇരുട്ട് കാണുന്നത് എന്തുകൊണ്ടാ? ഹൃദയത്തിന് കണ്ണുണ്ടായതുകൊണ്ടല്ലേ. ഈ ഇരുട്ട് എന്തായി മാറണം? വെളിച്ചമായി മാറണം. അതിനെന്തേ മാർഗം? ഔസുല്ലാദം തങ്ങൾ ബാബ പറയാണ്, ഈ ഇരുട്ടിന്റെ ലോകം ഏത് വരെയാണ് ഈ ഭൂമുഖത്ത്? ഇതൊന്ന് ഒഴിവാകാൻ എന്ത് ചെയ്യും? മഹാനവറുകൾ അവിടുന്ന് മറുപടിയായി പറഞ്ഞു കൊടുത്തു, നിപുണനായ ഒരു ആത്മീയ ഗുരുവിന്റെ കയ്യിൽ പോയി നീ വീഴലാണ്. നിപുണനായ ഒരു ഡോക്ടറുടെ മുന്നിൽ പോയി നീ വീഴലാണ്. എന്നിട്ടോ വീണിട്ടോ അവിടുത്തെ ഉമ്മരപ്പടിയെ തലയണയാക്കി വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങിക്കോ. തങ്ങൾ പറയാ, ആ ഉമ്മരപ്പടിയെ തലയണയാക്കുക. എന്നിട്ടോ അവരിലുള്ള ധാരണ ആദ്യം നന്നാക്കുക. നമുക്ക് മനസ്സിലായ? അപ്പൊ ഔസുല്ലാദം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം നിന്റെ ധാരണ എന്ത് ചെയ്യാ, നീ നല്ലതാക്കിയാൽ എല്ലാ തെറ്റിദ്ധാരണയും നിന്റെ ഹൃദയത്തിൽ നിന്ന് ആദ്യം മാറ്റി വെക്കുക. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. എന്നിട്ടോ തീർന്നിട്ടില്ല, നിന്റെ മക്കളെയും കൂടി പിടിച്ചുകൊണ്ടുവരാ.
ആര് പറയാ? റസൂലുള്ളാഹി തങ്ങൾ പപ്പ പറയാ വതഖുദു ഔലാദക, നിന്റെ മക്കളെ ഖു അൻഫുസകും വഅഹ്ലീകും നാറ. ഖുർആൻ പറഞ്ഞതാ, നീ നിന്റെ മക്കളെയും നിന്നെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം. നരകം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാത്ത ചിന്തയിൽ നിന്ന് നിന്റെ ഹൃദയത്തെ രക്ഷിക്കണം എന്നാ. അല്ലാഹു അല്ലാത്ത ചിന്ത എപ്പോ വന്നോ നീ നരകത്തിലാണ്. മനസ്സിലായോ? ആ നരകത്തിൽ നിന്ന് നിന്റെ കുടുംബത്തെയും നിന്നെയും രക്ഷിക്കണമെങ്കിൽ നിന്റെ മക്കളെയും കൂടി പിടിച്ചിട്ട് ഇവിടെ കൊടുത്തിടുക. എന്നിട്ടോ ഈ ഉമ്മരപ്പടിയിൽ കൊണ്ടുപോയി ഇരുത്തുക. എന്നിട്ട് അവിടെ കൊടുന്നിരുത്തിയ ഡോക്ടർ ഇരുത്തിയ പിന്നെ ഡോക്ടർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ? കുറച്ച് മരുന്നൊക്കെ തരും, കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും. ആ കയ്പുള്ള മരുന്നൊക്കെ തരുമ്പോ അതിന്റെ മേലെ ക്ഷമിച്ച് കുടിച്ച് അവിടെ നിന്നോളുക. കിട്ടാനുള്ളത് കിട്ടണ്ടേ? രോഗം മാറണ്ടേ? നമ്മളെ രോഗം മാറണ്ടേ? അപ്പൊ എത്ര കയ്പുള്ള മരുന്ന് തന്നാലും റസൂലുള്ളാഹി തങ്ങൾ പാപ്പ പറയാണ്, അതെന്ത് ചെയ്യുക? കുടിച്ചിട്ട് എന്ത് ചെയ്തോളൂ, അങ്ങനെ നിന്നോളുക. അങ്ങനെ നിന്നാൽ നിന്റെ ഹൃദയത്തിന്റെ 2 കണ്ണിൽ നിന്ന് ഏതിന്റെ പൂട്ട് തുറക്കും? ഇരുട്ടിന്റെ ലോകം ഇല്ലാതെയായിട്ട് വെളിച്ചത്തിന്റെ ലോകം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസ. അല്ലാഹു അങ്ങനത്തെവരിൽ പെടുത്തട്ടെ. അള്ളാഹു അങ്ങനത്തെവരിൽ പെടുത്തട്ടെ. മഹബ്ബത്ത് അള്ളാഹു ഏറ്റി തരട്ടെ. ഇവരുടെ ആത്മീയ ഗുരുവിന്റെ ചിന്ത സദാസമയം നിലനിർത്തി ഹൃദയത്തിന്റെ പൂട്ട് തുറക്കുന്ന യഥാർത്ഥമായ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.